ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് 5 പേര് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ മസ്താനിയുടെ വരവ് എന്തായാലും രേണുവിന് നല്ല 8ൻ്റെ പണിയാണ്. എന്തായാലും ബിഗ് ബോസ് 7ൻ്റെ പണിയല്ലേ, ഇത് പറഞ്ഞാൽ 8ൻ്റെ പണിയായിട്ടാണ് നമ്മുടെ മസ്താനി വന്നിരിക്കുന്നത്. എന്തായാലും രേണുവിൻ്റെ കള്ളത്തരങ്ങളൊക്കെ കുറേയൊക്കെ പൊളിച്ചടക്കിയിട്ടുണ്ട് മസ്താനി. ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മസ്താനി അവിടെ പറയുന്നുണ്ട്. എന്തായാലും മസ്താനി പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. വിധവാ കാർഡ് എന്ന് വിളിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇതിപ്പോൾ നാളെ നമ്മളെ ആരും ലോകത്തുനിന്ന് പഠിച്ചു വിടുന്നത് ഏത് രീതിക്കാണെന്ന് പറയാൻ ഒക്കില്ല. അപ്പോൾ അതൊരിക്കലും പറയാൻ പാടില്ലായിരുന്നു. എന്തായാലും മസ്താനിയുടെ വരവ് നമ്മുടെ രേണുസുതിക്കൊരു സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതെന്തായാലും രേണു ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് മസ്താനിയുടെ കയ്യിൽ. എന്തായാലും മസ്താനി വന്നതോടുകൂടി നമ്മുടെ രേണുവിന് ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടായി. അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇരുന്ന നമ്മുടെ രേണുവിൻ്റെ യഥാർത്ഥ മുഖങ്ങളങ്ങ് അഴിച്ചു മാറ്റി മസ്താനി കടന്നു വന്നിട്ടുണ്ട്. പിന്നെ രേണുസുതി പറയുന്നുണ്ട്, എൻ്റെ സുതിച്ചേട്ടൻ മരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാ കൺവെക്ഷൻ റൂമിൽ വന്നിട്ട് പറഞ്ഞേ, എൻ്റെ സുതിച്ചേട്ടനെ ടി വിയിൽ കാണുമ്പോൾ ഋതപ്പൻ പറയും എന്നാ നമ്മുടെ സുതിച്ചേട്ടൻ മരിച്ചു പോയല്ലോ, ഞാനും മരിച്ചു പോയി എന്ന്. ഇങ്ങനെ ഒരു വാക്ക് ഇന്ന് പറഞ്ഞാൽ ആ വാക്ക് അടുത്ത ദിവസം പറയുന്നില്ല. അങ്ങനെ കള്ളത്തരം കൊണ്ട് ഇങ്ങനെ പറയുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ രേണുവിനെ എടുത്ത് ഇങ്ങനെയിട്ട് അലക്കുന്നത്. എനിക്ക് വന്നിട്ടുണ്ട് കുറേ കമൻറ്റുകൾ അബോർഷൻ ചെയ്തത് ഇട്ടതിനെക്കുറിച്ച്. നിനക്കെന്താടി അവൾ അബോർഷൻ ചെയ്താൽ എന്നൊക്കെ. എനിക്കൊന്നുമില്ല. രേണു ഇപ്പോൾ എന്ത് കാട്ടിയാലും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അവൾ അബോർഷൻ ചെയ്താലോ ഇത് എൻ്റെ ഹെൽത്തി ഉള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ എല്ലാവരും പറയുന്നത് പോലെ നമ്മളും സോഷ്യൽ മീഡിയയിൽ വന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ചും കണ്ടില്ലെങ്കിൽ ഇതുപോലെ ആളുകളെടുത്തിട്ട് പൊങ്കാലയിടും. ഇപ്പോൾ കള്ളത്തരം കൊണ്ട് ഇങ്ങനെ മെനഞ്ഞു കൊട്ടാരം പണിതിരിക്കുകയായിരുന്നു നമ്മുടെ രേണു. മസ്താനിയുടെ വരവോടുകൂടി ഏകദേശം ഇനി പൊളിച്ചടക്കിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ നടക്കുമെന്നത് നമുക്ക് കണ്ടറിയണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റാ.